നൈൽ നദിയും സൂയസ് കനാലും ഷാബി സംഗീതവും കൊണ്ട് സമ്പന്നമായ ഈജിപ്ത് ഇന്ന് ആധുനിക ലോകത്തിൽ അത്ഭുതങ്ങളുടെ ലോകത്തേക്ക് നടന്നു കയറിയാണ് പോംബീസ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഈജിപ്ഷ്യൻ യാത്രയിൽ പോംബീസ് പില്ലറും അതിന് സമീപത്തെ ചരിത്രാത്ഭുതങ്ങളിൽ ഒന്നായ ക്വിറ്റ്ബേ കോട്ടയും കാണണം എന്ന് നേരത്തെ തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നതാണ്. പോംബീസ് പില്ലറിന്റെയും ക്വിറ്റ്ബേ കോട്ടയുടെയും ചരിത്ര വഴികളും അതിന്റെ പ്രാധാന്യവും പഠിച്ചു മനസ്സിലാക്കിയതിനു ശേഷമേ അലക്സാൻഡ്രിയ സന്ദർശിക്കാവൂ. കാരണം അതല്ലാതെയാണ് നിങ്ങൾ ഇവിടേക്ക് വരുന്നതെങ്കിൽ ഇവയെല്ലാം വെറും മൺകട്ടയും കല്ലുകളും മാത്രമാണെന്ന് കരുതിപ്പോകും. അത്രയ്ക്ക് പറയാനുണ്ട് ഇവ രണ്ടിന്റെയും പ്രാധാന്യം. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രതിദിനം 10,000-കണക്കിന് സന്ദർശകരാണ് പ്രൗഢോജ്വലമായ ഈ ചരിത്ര സ്മാരകം കാണാനെത്തുന്നത്. ആ പടുകൂറ്റൻ ചരിത്ര സാക്ഷ്യത്തെ ഞാൻ എന്റെ ചെറിയ സ്റ്റിൽ ക്യാമറയിൽ ഒതുക്കാൻ ഒരു ശ്രമം നടത്തി നോക്കി. ഒറ്റ ഫ്രെയിമിൽ ഒതുങ്ങുന്നതല്ല ഈ ചരിത്ര സത്യം. മുമ്പ് ചരിത്രാതീത കാലത്ത് സെറാപ്പീസ് എന്ന ദേവന്റെ ക്ഷേത്രം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു അത്രേ പോംബീസ് പ്രദേശം. അന്ന് ഇവിടെ എത്താൻ 100 പടികൾ നിർമ്മിച്ചിരുന്നു. സെറാപ്പസ് ദേവന്റെ വാഹനമായിരുന്ന ആപ്പിസ് എന്ന കാള ഇതിനടിയിൽ പണിതീർത്ത ഗുഹയിൽ ജീവിച്ചിരുന്നതായി ആളുകൾ വിശ്വസിച്ചിരുന്നു. പാപ്പിറസ് ചെടിയുടെ ഇലകളിൽ എഴുതിയ കയ്യെഴുത്ത് പ്രതിയിൽ നിന്നാണത്രേ പോംബീസ് പില്ലറിനെ പറ്റിയും ഇതിനടിയിലെ ഗുഹാവിസ്മയത്തെപ്പറ്റിയും ലോകം പിന്നീടറിഞ്ഞത്. എങ്കിലും 27 മീറ്റർ നീളത്തിലുള്ള 2,85,000 കിലോ ഭാരമുള്ള ഈ മാർബിൾ തൂണിനെ എടുത്തുയർത്തിയ ആ മനുഷ്യപ്രയത്നത്തെപ്പറ്റി ചിന്തിച്ചുപോയ എനിക്ക് പോംബീസിനെ നോക്കി ലോക ജനതയോടൊപ്പം അന്തം വിട്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. പോംബീസിനെയും സമീപ പ്രദേശങ്ങളെയും അങ്ങനെ തന്നെ നിർത്തിയ ശേഷം ഇന്ന് അതിന്റെ 4 ഭാഗവും പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി സംരക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും പോംബീസിന്റെ പഴമയ്ക്ക് ഒരു കോട്ടവും വരുത്തിയിട്ടില്ല. പോംബീസ് സ്തൂപത്തിന്റെ വശങ്ങളിലായി സ്ഫിങ്സിന്റെ 3 ചെറിയ മാതൃകകൾ ഇന്നുമുണ്ട്. നൂറ്റാണ്ട് നീണ്ട യുദ്ധങ്ങളെയും ആക്രമണങ്ങളെയും അതിജീവിച്ചാണ് ഈ മാർബിൾ ശില്പങ്ങളുടെ നിൽപ്പ്. തുർക്കികൾ അലക്സാൻഡ്രിയ ആക്രമിച്ചപ്പോഴും AD 1798 ഫ്രഞ്ച് സൈന്യം അലക്സാൻഡ്രിയയിൽ തേർവാഴ്ച നടത്തിയപ്പോഴും പോംബീസിന് നേരെ പീരങ്കിയുണ്ടകൾ അഗ്നിമഴ പെയ്യിച്ചപ്പോഴും ആ ആക്രമണങ്ങൾക്കൊന്നും ഈ മാർബിൾ മകുടത്തെ താഴെ വീഴ്ത്താനായില്ല. ഓസ്ട്രേലിയയിലെ ഗ്രീൻ ഐലൻഡിലെ കടലിനടിയിലെ കാഴ്ചകൾ കാണുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഗ്ലാസ് ബോട്ടിൽ സഞ്ചരിച്ച് കടലിനടിയിലെ വിസ്മയ കാഴ്ചകൾ പകർത്തുകയാണ് ഇന്നത്തെ എൻ്റെ ലക്ഷ്യം. വിമാനം ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു കടലിനടിയിലെ കാഴ്ചകൾ. ഗ്ലാസ് ബോട്ടിന്റെ ഇളക്കത്തിൽ കടലിനടിയിലെ സസ്യങ്ങൾ ആടിയുലയുന്നതും അതിനിടയിലൂടെ ചെറുമത്സ്യങ്ങൾ നീന്തിപ്പോകുന്നതുമെല്ലാം വലിയ കൗതുകത്തോടെ ഞാൻ കണ്ടുനിന്നു. സ്രാവ് മത്സ്യങ്ങളിൽ ഒരുവൻ എൻ്റെ ബോട്ടിൻ്റെ ഓരം ചേർന്ന് ഒപ്പം നീന്തിയും പിന്നെ മുങ്ങാങ്കുഴിയിട്ട് മറഞ്ഞും പിന്നെ നീന്തി മുന്നിലെത്തിയും ഞങ്ങളെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇതു കണ്ടിട്ടാവണം ചെറുമത്സ്യങ്ങളുടെ ഒരു കൂട്ടം സംഘമായെത്തി അവരുടെ കലാപ്രകടനങ്ങൾ നടത്തിയിട്ട് പോയി. കടലിലെ ഏറ്റവും അപകടകാരിയായ മത്സ്യമാണ് ഷാർക്ക് അഥവാ സ്രാവുകൾ. എൻ്റെ വിദേശയാത്രയിൽ പല ബീച്ചുകളിലും സ്രാവുകളുടെ ചിത്രം വച്ച അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. കാരണം കടൽ യാത്രകൾക്കും കടൽ വിനോദങ്ങളിൽ ഏർപ്പെടുന്നവർക്കും എന്നും ഒരു പേടി സ്വപ്നമാണ് സ്രാവുകൾ. 6 മീറ്റർ വരെ നീളമുള്ള ഇവന്റെ കൂർത്ത പല്ലിടുക്കിൽ കുടുങ്ങിപ്പോയവർ രക്ഷപ്പെട്ട ചരിത്രം വിരളമാണ്. കൂട്ടത്തിൽ വെള്ളസ്രാവുകളാണ് മനുഷ്യനെ ഏറ്റവുമധികം ആക്രമിച്ചിട്ടുള്ളത്. കടലിനടിയിലെ സ്രാവുകളെ തന്നെ നോക്കി നിൽക്കവേ സ്റ്റീഫൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത ജോസ് എന്ന സിനിമയിലെ മനുഷ്യഭോജികളായ സ്രാവുകളുടെ ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നു നിറഞ്ഞത്.
കരയിലുള്ളതുപോലെ തന്നെ വർണ്ണവൈവിധ്യം കടലിലുമുണ്ട്. കറുത്തവനും വെളുത്തവനും, വലിയവനും ചെറിയവനും, മുടി ചുരുണ്ടവനും മൂക്ക് ചപ്പിയവനുമെല്ലാം കടലിനടിയിലുമുണ്ട്. വർണ്ണവൈവിധ്യമുണ്ടെങ്കിലും കടലിനടിയിൽ വർണ്ണവിവേചനമില്ല. കടലിരമ്പം സൃഷ്ടിച്ചുകൊണ്ട് 1000 മത്സ്യങ്ങൾ എന്റെ ഗ്ലാസ് ബോട്ടിനരികിലൂടെ നീന്തി തുടിച്ച് കടന്നുപോയി. അവ ഒരേ ദിശയിലും താളത്തിലും ഒഴുകിപ്പോകുന്നത് കണ്ടപ്പോൾ എനിക്കെന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ഗ്രേറ്റ് ബാരിയർ റീഫ് യാത്രയ്ക്ക് വേണ്ടി ആധുനിക സജ്ജീകരണങ്ങളോടെ നിർമ്മിച്ച ബോട്ടുകളാണ് ക്രൂയിസ് ബോട്ടുകൾ. ഇത്തരം ബോട്ടുകളെ നവീകരിച്ചാണ് ഗ്രീൻ ഐലൻഡിൽ കടലിനടിയിലെ കാഴ്ചകൾ കാണുന്നതിനായി ഉപയോഗിക്കുന്നത്. കുട്ടികൾക്കും വൃദ്ധരായവർക്കും സമുദ്രാന്തര കാഴ്ചകൾ അതിൻ്റെ തനത് സൗന്ദര്യത്തോടെ കണ്ടാസ്വദിക്കാൻ ഗ്ലാസ് ബോട്ടം ബോട്ടുകൾ ഏറെ സഹായകരമാണ്. കടലിനും കാഴ്ചയ്ക്കുമിടയിൽ ഒരു നേരിയ ഗ്ലാസ് പ്രതലം മാത്രം. അത് കാഴ്ചയ്ക്കൊട്ടും അഭംഗി വരുത്തില്ലെന്ന് മാത്രമല്ല, വിരൽ തൊടാവുന്ന അത്ര അടുത്തായി മത്സ്യങ്ങൾ നമ്മെ മുട്ടിയുരുമ്മി കടന്നു പോവുകയും ചെയ്യും. ബ്യൂട്ടി സ്പോട്ട് എന്ന് ലോകമറിയപ്പെടുന്ന യൂറോപ്യൻ ഗ്രാമമായ ചമോണിക്സിലേക്കാണ് ലോക കാഴ്ചകൾക്കായുള്ള ഇന്നത്തെ എന്റെ യാത്ര. ഫ്രാൻസിന്റെയും സ്വിറ്റ്സർലൻഡിന്റെയും അതിർത്തി ഗ്രാമമാണ് ചമോണിക്സ്. എന്റെ യൂറോപ്യൻ യാത്രയിൽ 6 മണിക്കൂർ സമയമാണ് ചമോണിക്സിന് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ചമോണിക്സിലെത്തിയ ഞാൻ ആ സുന്ദര ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ട് ദിവസങ്ങളോളം അവിടെ തങ്ങി. ഇന്ത്യക്കാരെന്നും ആത്മബന്ധത്തോടുകൂടി ഓർക്കേണ്ട നാടാണ് ചമോണിക്സ് ഗ്രാമം. കാരണം ഇന്ത്യയിൽ ആണവോർജ പദ്ധതികൾക്ക് തുടക്കം കുറിച്ച ഹോമി ജഹാംഗീർ ഭാഭ വിമാനാപകടത്തിൽ അന്ത്യം സംഭവിച്ച് അദ്ദേഹത്തിന്റെ ആത്മാവുറങ്ങുന്ന ഗ്രാമം കൂടിയാണ് ചമോണിക്സ്. ഒറ്റയ്ക്ക് ചമോണിക്സ് കാഴ്ചകൾ കണ്ട് ഗ്രാമഭംഗി ക്യാമറയിൽ പകർത്തി നടക്കുമ്പോഴെല്ലാം ഹോമി ജെ ഭാഭയുടെ ഓർമ്മകൾ എപ്പോഴും എനിക്ക് കൂട്ടായിരുന്നു. തീരെ ജനവാസം കുറഞ്ഞ, എന്നാൽ നോക്കുന്നിടത്തെല്ലാം ദൈവം സൗന്ദര്യം വാരിക്കോരി നൽകിയ ഗ്രാമമാണ് ചമോണിക്സ്. ചമോണിക്സിനെ ബ്യൂട്ടി സ്പോട്ട് എന്ന് വിളിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സത്യമാണ്. ചമോണിക്സിലെ ആകെ ജനസംഖ്യ 10,000-ന് താഴെ മാത്രമാണ്. കൃത്യമായി പറഞ്ഞാൽ 9,914 പേർ. ഭരണസാരഥിയാകട്ടെ മേയറും. എന്നാൽ ആകെ ജനസംഖ്യയുടെ 100 ഇരട്ടി വിദേശികളാണ് ചമോണിക്സ് കാണാൻ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ ഭരണപ്രദേശം ടൂറിസത്തിൽ നിന്നും എത്രമാത്രം വരുമാനമാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചിന്തിച്ചുപോയി. ഞാൻ ക്യാമറയുമായി ചമോണിക്സിന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി. കപ്പലിന്റെ ആകൃതിയിലുള്ള മേൽക്കൂരയോടുകൂടിയ ഒരു കെട്ടിടത്തിന്റെ സമീപത്തുകൂടി നടക്കവേ ചിലർ ചില ടെന്റുകൾ വച്ച് കെട്ടുന്നത് കണ്ടു. വലിയ കുടകൾ പോലുള്ള ചില ടെന്റുകൾ ഉറപ്പിച്ച കച്ചവട സ്ഥാപനങ്ങളാണ് ഇവിടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ തെരുവ് കച്ചവടം. ചമോണിക്സിന്റെ പ്രത്യേകതയാണ് ഈ തെരുവ് കച്ചവടം. വഴിയോരത്തെ സംഗീതം മികച്ച ആസ്വാദനം പകർന്നു തരുന്നതുപോലെ തെരുവ് കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളും മികച്ച ഗുണനിലവാരമുള്ളത് തന്നെയാണ്. ഉപ്പു മുതൽ ഉപഗ്രഹം വരെ ഇവിടുത്തെ തെരുവുകളിൽ എന്തും സുലഭമായി കിട്ടും. മൺപാത്രങ്ങളാണ് ഞാൻ ആദ്യം കണ്ടത്. ഉരുട്ടിക്കൊണ്ട് നടക്കാവുന്ന പെട്ടികളിൽ തൂവെള്ള നിറം പരത്തി നിൽക്കുന്ന ചില്ലുപാത്രങ്ങൾ. വിവിധ വലിപ്പത്തിലും വിവിധ ആകൃതിയിലും വ്യത്യസ്ത ആവശ്യങ്ങൾക്കുമായി നിർമ്മിച്ച പാത്രങ്ങൾ ആവശ്യക്കാരെ കാത്തിരിക്കുകയാണ്. തൊട്ടടുത്ത ഷോപ്പിൽ ഭഗവാൻ ബുദ്ധന്റെയും മഹാഗണപതിയുടെയും ചിത്രങ്ങൾ തുണിയിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഒപ്പം ശംഖിലും തടിയിലും കടഞ്ഞെടുത്ത ചില ദൈവരൂപങ്ങളും. ഞാൻ നിൽക്കുന്നത് ഭാരതത്തിലെ തന്നെ ഏതോ ക്ഷേത്ര പരിസരത്തുള്ള കടയിലാണെന്ന് ഒരു നിമിഷം എനിക്ക് തോന്നിപ്പോയി. ശ്രീബുദ്ധന്റെയും ഗണപതിയുടെയും തുണിച്ചിത്രങ്ങളുടെ മുന്നിൽ ചന്ദനത്തിരികളും ചന്ദനത്തടിയിൽ തീർത്ത വിഗ്രഹങ്ങളുമുണ്ട് വിൽപ്പനയ്ക്ക്. ചന്ദനത്തിരി നറുമണം പൊഴിച്ചങ്ങനെ നിൽക്കുന്നു. കട ഇന്ത്യക്കാരുടേതായിരിക്കണം, ഞാൻ ചിന്തിച്ചു. എനിക്ക് വല്ലാത്തൊരു ഗൃഹാതുരത്വം അനുഭവപ്പെട്ടു. കാരണം
ഞാൻ ഇപ്പോൾ ഗുരുവായൂരിലോ ശബരിമലയിലോ നിൽക്കുന്ന പ്രഭു. കട ഇന്ത്യക്കാരൻ്റേതല്ല, ഫ്രഞ്ചുകാരൻ്റേത് തന്നെയാണ്. തല മുട്ടയടിച്ച് കണ്ണിൽ വെക്കേണ്ട കണ്ണട തലയിൽ കയറ്റി വെച്ച് അയാൾ പുറത്തു വന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. 16 വർഷമായി ഇദ്ദേഹം ഏഷ്യൻ സംസ്കാരത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ ചമോണിക്സിൽ വിറ്റുവരുന്നു. Sailing okay or? Yeah, for me, instant yes. This one a little bit less, but ഇന്ത്യൻ സംസ്കാരത്തിനനുസരിച്ച സാധനങ്ങൾ വാങ്ങാനും ചമോണിക്സുകാർ താൽപ്പര്യം കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 16 വർഷമായി റോബർട്ട് ഈ മേഖലയിൽ വിജയപൂർവം തുടർന്നു പോകുന്നത്. അവിടുത്തെ അസംസ്കൃത വസ്തുക്കൾ കൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്.